അപ്പം നമ്മളിന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് മെഴുക്കുവരട്ടിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ വേഗത്തിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. ഏകദേശം 10-12 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള. ഇതെല്ലാം നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ബീട്രൂട്ടും ക്യാരറ്റും സവാളയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾക്ക് ഒരു പാൻ അടപ്പയിലേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ക്യാരറ്റും അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ആവിയിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, 1/2 സ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുക്കണം, ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പം ക്യാരറ്റ് ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.